മദ്യത്തിനെതിരെ സന്ധിയില്ലാ സമരമായിരുന്നു അത്. കൊല്ലം തേവലക്കര പാലക്കൽ കുന്നേൽ ജംഗ്ഷനിലെ മദ്യഷാപ്പ് അടച്ചുപൂട്ടണം. നാട്ടിലെ സാംസ്കാരിക കൂട്ടായ്മയായ സെഞ്ചുറി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ഷെബീറിന്റെ സമരസന്നാഹം. 2006 തുടങ്ങിയ സമരത്തോട് രാഷ്ട്രീയ പാർട്ടികൾ മുഖം തിരിച്ചു. നിവേദനങ്ങൾ അധികാരികൾ കാറ്റിൽ പറത്തി. സമരം തുടരാൻ സ്വന്തം പേരിൽ ബാങ്കിൽ നിന്ന് ലോണെടുക്കേണ്ടി വന്നു ഷെബീറിന്. ഷാപ്പ് പൂട്ടുമെന്ന വാഗ്ദാനം പലകുറി ലംഘിക്കപ്പെട്ടു. കടം കയറിയതോടെ ഷെബീർ ഗൾഫിലേക്ക് കടൽ കടന്നു. ഒരാളിനെ മദ്യത്തിൽ നിന്നോ ലഹരിയിൽ നിന്നോ ബോധവൽക്കരിക്കാൻ ചെല്ലുമ്പോൾ ആ ആൾ നമ്മളെ കളിയാക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി ആദ്യം ഈ മദ്യശാലയാണ് ഇല്ലാതാകേണ്ടുന്നത്. ഒരുപാട് സ്ത്രീകൾ ഞങ്ങളെ സമീപിച്ചാൽ നമുക്കിത് അടപ്പിക്കാൻ. ഞങ്ങൾ അവരെ പിടിച്ച് നിർത്തിയിരുന്ന് വേണ്ട, ഞങ്ങൾ മാറ്റിക്കാമെന്ന്. അങ്ങനെ അവരോട് പറഞ്ഞ വാക്കും പാലിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആരോടും പറയാതെ ഇഞ്ഞോടിഞ്ഞ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പോലും ശരിവച്ച ഷെബീറിന്റെ ആവശ്യം വൈകിയാണെങ്കിലും അംഗീകരിക്കപ്പെട്ടു. സമരകാലത്ത് നട്ടെല്ലിന് പരിക്കേറ്റത് മൂലം ജോലി ചെയ്യാൻ കഴിയാതെ ഇപ്പോഴും ചികിത്സയിലാണ് സമരനായകൻ. അജ്മാനിൽ സഹോദരങ്ങൾക്കൊപ്പമാണ് താമസം. ഈ മാസം 14-ന് തേവലക്കരക്കാർ ഷെബീറിനെ ആദരിച്ചിരുന്നു. 5 വയസ്സുകാരൻ മകൻ സിയാനാണ് വാപ്പയ്ക്കു വേണ്ടി ആദരം ഏറ്റുവാങ്ങിയത്. ലഹരിമുക്തമായ സ്വന്തം ഗ്രാമത്തിലേക്ക് വൈകാതെ മടങ്ങാനൊരുങ്ങുന്ന ഷെബീർ നാടിന് നൽകിയ വാക്കുപാലിച്ചു. പക്ഷേ സമരത്തിനായി കടമെടുത്ത 5 ലക്ഷത്തിന്റെ ബാധ്യത ഇനിയും വീട്ടാനായിട്ടില്ലെന്നതാണ് ഏക ദുഃഖം. ഹാരിസ് അരിക്കുളം, മീഡിയ 1, അജ്മാൻ.